اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم عليه. وعن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ക്ലിയർ അല്ലേ? വോയിസ് ക്ലിയർ അല്ലേ? ഇദാ അറാദല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചാൽ, ഇദാ അറാദ ഉദ്ദേശിച്ചാൽ, അല്ലാഹു ഉദ്ദേശിച്ചാൽ, ബി അബ്ദിഹി അവൻ്റെ അടിമയെ കൊണ്ട്, ഖൈറൻ വലിയ നന്മയെ ഉദ്ദേശിച്ചാൽ. അപ്പോൾ ഒരു അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ നന്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അജ്ജല ലഹു അവനിക്ക് പെട്ടെന്നാക്കി കൊടുക്കും അൽ ഉഖൂബത ശിക്ഷയെ ഫി ദുനിയാവിൽ വെച്ച് അവന് വല്ല തെറ്റും ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനുള്ള ശിക്ഷ ദുനിയാവിൽ നിന്നു തന്നെ അള്ളാഹു അവന് നൽകും. കാരണം പരലോകത്ത് ഇനി അവനക്ക് വലിയ ശിക്ഷ അവനക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ. അപ്പം അത് പരലോകത്തേക്ക് നീട്ടിവെക്കാതെ ഈ ലോകത്ത് വെച്ച് തന്നെ അവനുള്ള ശിക്ഷ അള്ളാഹു നൽകും, ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ. ഇനി അള്ളാഹു പുറത്തു കൊടുക്കാനാണെങ്കിൽ അങ്ങനെയില്ല, പുറത്തു കൊടുക്കും, ശിക്ഷ നൽകൂല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനായ അവൻ്റെ അടിമക്ക് ദുനിയാവിൽ വെച്ച് പെട്ടെന്ന് ശിക്ഷകൾ നൽകും, അവന് വലിയ ഖൈർ ഉദ്ദേശിച്ചാൽ. ഇനി വഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി, അള്ളാഹു ഇനി അവൻ്റെ അടിമ കൊണ്ട് ഉദ്ദേശിച്ചാൽ അശ്ശർറ, ഷർറിനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അംസക അൻഹു ബിദംബിഹി, അംസക തടഞ്ഞു വെക്കും, അൻഹു അവനെ തൊട്ട്, ബിദംബിഹി അവൻ്റെ ദോഷം, ഹത്താ യുവാഫിയ, ഇത് പറഞ്ഞു എന്ന ഓർമ്മ, ഒന്നുകൂടി പറയാം. ഹത്താ യുവാഫിയ പൂർത്തീകരിച്ചു കൊടുക്കുന്നത് വരെ, ബിഹി അവനിക്ക്, യൗമൽ ഖിയാമത്തി ഖിയാമത്ത് നാളിൽ, ഖിയാമത്ത് നാളിൽ അവന് അതിൻ്റെ ശിക്ഷ പൂർത്തീകരിച്ചു കൊടുക്കുന്നത് വരെ. പറഞ്ഞിട്ടില്ല? ക്ലാസ്സിലായിരുന്നു. ഓക്കെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവനക്കുള്ള ശിക്ഷ ഈ ദുനിയാവിൽ വെച്ച് തന്നെ കൊടുക്കും. പരലോകത്ത് അവന് ശിക്ഷ സഹിക്കാൻ കഴിയില്ല. പിന്നെ മുഅ്മിനായൊരു മനുഷ്യന് ചെയ്തു സംഭവിച്ച തെറ്റുകൾക്ക് ശിക്ഷ പെട്ടെന്നാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ ഒരു റഹ്മത്താണ്, കാരുണ്യമാണ്. മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു കാരുണ്യം ചെയ്യും. എന്നാൽ കാഫിറുകൾക്ക്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മറ്റൊരു അടിമ, അവന് അള്ളാഹു ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ പരലോകത്ത് വെച്ച് അവന് ശിക്ഷിക്കുകയും ചെയ്യും. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഇളമൽ ജസാഇ, വലിയ പ്രതിഫലം, തീർച്ചയായും വലിയ പ്രതിഫലം, മാ ഇളമിൽ ബലായി, വലിയ പരീക്ഷണത്തോടൊപ്പമാണ്. ഒരു മനുഷ്യന് എത്രത്തോളം വലിയ പരീക്ഷണം മുസീബത്തുണ്ടാകുന്നോ അതിനനുസരിച്ച് അവന് വലിയ പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. തീർന്നില്ല. വ ഇന്നല്ലാഹ തആല, തീർച്ചയായും അല്ലാഹു തആല, ഇദാ അഹബ്ബ ഖൗമൻ, ഒരു സമൂഹത്തിനെ അല്ലാഹു ഇഷ്ടം വെച്ചാൽ, ഒരു വിഭാഗം ആളുകളെ അല്ലാഹു ഇഷ്ടം വെച്ചാൽ, ഇബ്തല അവൻ പരീക്ഷിക്കും, ഹും അവരെ, ഇബ്തലാഹും അവൻ അവരെ പരീക്ഷിക്കും. ഫമൻ റളിയ, ആരെങ്കിലും അത് തൃപ്തിപ്പെട്ടു, അല്ലാഹു നൽകുന്ന പരീക്ഷണം ഒരാൾ തൃപ്തിപ്പെട്ടാൽ, ഫലഹുർ റിള അവനിക്ക് അല്ലാഹുവിൻ്റെ പൊരുത്തമുണ്ട്. വമൻ സഹിത, ആരെങ്കിലും ദേഷ്യപ്പെട്ടാലോ, ഫലഹു സുഖ്തു അവനിക്ക് അള്ളാഹുവിൻ്റെ ദേഷ്യവുമുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ
പരീക്ഷണം അത് അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്കാണ് നൽകുക. അതിൽ പൊരുത്തപ്പെട്ട് വിശ്വസിച്ച് നല്ല നിലക്ക് തൃപ്തിപ്പെട്ടാൽ അവന് അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കും. ഇനി ആരെങ്കിലും അതിൽ തൃപ്തികേട് കാണിച്ചാൽ, പൊരുത്തക്കേട് കാണിച്ചാൽ അള്ളാഹുവിൻ്റെ പൊരുത്തക്കേടും അവന് ലഭിക്കുന്നതാണ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ അഫ്സലെ? ഇവിടെ നോക്കി, ഇദാ അറാദല്ലാഹു ബി അബ്ദിഹി ഖൈറൻ അജ്ജല. ഇതൊരു ഷർത്താണ്. ഇപ്പോൾ നമ്മൾ പറയില്ലേ, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പം ഇത് ഷർത്താണ്. ഈഫ്. ഇദാ അറാദല്ലാഹു ബി അബ്ദിഹി ഖൈറൻ, ഇതാണ് ഷർത്തിയായ ജുംല, ഈഫ് ക്ലോസ് പറയും. അതിൻ്റെ ജവാബാണിത്. ഏത് ഇനി പറയാൻ പോകുന്ന അജ്ജല ലഹുൽ ഉഖൂബത ഫിദ്ദുനിയ, അത് ജവാബ്. നീ നന്നായി പഠിച്ചാൽ നീ വിജയിക്കും പറഞ്ഞ പോലെ. നീ വിജയിക്കും എന്നുള്ളതാണല്ലോ എന്താ പറയുക, ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആയിട്ട് വരിക അത്. അപ്പോൾ ഇവിടെ ഇനി വഇദാ അറാദല്ലാഹു ബി അബ്ദിഹി ശർറ, ഇവിടെ ഉണ്ട് വഇദാ അറാദല്ലാഹു ബി അബ്ദിഹി ശർറ, ഇത് രണ്ടാമത്തെ ഈഫ്. അതിൻ്റെ ജവാബാണ് അംസക അൻഹു ബിദംബിഹി ഹത്താ യുവാഫിയ ബിഹി യൗമൽ ഖിയാമ. അതെൻ്റെ ജവാബ്. നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ പറയുന്ന പോലെ തന്നെ മാതി അംസക അഫ്അല വബ്. ആരാപ്പോൾ ജോയിൻ ചെയ്ത് നമ്മളെ സുഹൈൽ സാർ. ഓക്കെ. അംസക അൻഹു ബിദംബിഹി ഹത്താ യുവാഫിയ ബിഹി യൗമൽ ഖിയാമ. ഇത് നമുക്കൊന്ന് നമ്മളൊന്ന് കാണാതെ പഠിക്കുകയാണെങ്കിൽ നന്നാവട്ടത്. ഇതിൽ അറാദ അത് അഫ്അല ബാബാണ്, അജ്ജല അത് ഫഅല ബാബാണ്, മാദിയായ ഫീലാണ്. പിന്നെ ഇദാ അറാദല്ലാഹു ബി അബ്ദിഹി അശ്ശറ അംസക അത് ഇഫ്ആലം ബാബാണ്, അഫ്അല യുഫ്ഇലു ഇഫ്ആലം. യുവാഫിയ വാഫ യുവാഫി നമ്മുടെ ഫഅല യുഫായിലു യൗമൽ ഖിയാമ. നമ്മൾ പഠിച്ച 3 വസ്നും സുലാസി മസീദ് ഫിഹിയിലെ 3 വസ്നും അവിടെ വന്നു. ഇനി നോക്ക്, നിങ്ങൾ അടുത്ത ഭാഗം നോക്ക്. ഇന്ന ഇളമൽ ജസായി, ഇത് ഇന്നൻ്റെ ഇസ്മാണ്. ഇളമ ഇന്നൻ്റെ ഇസ്മിനിക്ക് നെസ്ബ് ചെയ്യും. ഇളമൽ ജസായി മഅ ഇളമിൽ ബലായി. ഇന്ന ഹർഫാണ്, ഇളമ ഇസ്മാണ്, അൽ ജസായി മുലാഫിലേഹി, മഅ ലർഫാണ്, അൽ ഇളമി മുലാഫിലേഹിയാണ്, അൽ ബലായി മറ്റൊരു മുലാഫിലേയാണ്. ഇന്നല്ലാഹ തആല, തീർച്ചയായും അല്ലാഹു തആല. ഇതൊരു ഷർത്താണ് ഈ പറയാൻ പോകുന്നത്. ഇദാ അഹബ്ബ ഖൗമൻ, ഒരു വിഭാഗത്തെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ ജവാബാണിത് ഇബ്തലാഹും. ഏതാ ഫീല് മനസ്സിലായോ? ഇഫ്തഅല ബാബാണ് കേട്ടോ. ഇബ്തലാഹും. ബലാ എന്ന് കണ്ടില്ല നിങ്ങൾ? ഈ ബലാ എന്നുള്ളതിൻ്റെ ഇഫ്തിയാലം ബാബാണ് ഇബ്തലാഹും. ഈ ബ് ത ല പിന്നെ ഒരു അലിഫ് ലാസ്റ്റ്. ഏതുപോലെ ഈ ഫ് ത അ ല, ഇങ്ങനെ 5 അക്ഷരമില്ല. അതേപോലെ ഇബ്തലാഹും. അവസാനം എന്താണ് യാ ആയിരിക്കും. ആ യാ മറിഞ്ഞ് അലിഫായി വന്നാണ് ഇബ്തലാഹും. ഫമൻ റളിയ കണ്ടോ, അത് മാദിയ ഫീലാണ്. ഫമൻ റളിയ ഫലഹു റിള വമൻ സഖിത ഫലഹു സുഖ്തു. റളിയ മാദിയ ഫീലാണ്, റിള മസ്തറാണ്. വമൻ സഖിത മാദിയ ഫീലാണ്, ഫലഹു സുഖ്തു. റവാഹു തിർമിദിയു വഖാല ഹദീസുൻ ഹസനുൻ. അപ്പോൾ അള്ളാഹു പരീക്ഷണം നൽകാൻ ഉദ്ദേശിച്ചാൽ അത് പൊരുത്തപ്പെട്ട് തൃപ്തിപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തവും കിട്ടും. ഇനി അതിൽ വിഷമം പിടിച്ച് പൊരുത്തക്കേട് കാണിച്ച് എന്തെങ്കിലും അവിവേകം ചെയ്താൽ അവനക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തക്കേടും കിട്ടും. അതുപോലെ ഒരു മുഅ്മിനായ ഒരു മനുഷ്യനെ അള്ളാഹു ശിക്ഷിക്കുകയാണെങ്കിൽ, ദുനിയാവിൽ വെച്ച് ഒരു പരീക്ഷണം നൽകുകയാണെങ്കിൽ അതിൽ നമ്മൾ അവനെ ആശ്വസിപ്പിക്കണം. അള്ളാഹു നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്, ഇനി പരലോകത്ത് നിങ്ങൾക്കൊന്നും പ്രയാസം ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെ എന്ത് ചെയ്യണം, നമുക്ക് വല്ല പ്രയാസമൊക്കെ വരുന്ന സമയത്ത് നമ്മളും ഇങ്ങനെ ആശ്വസിക്കണം. അല്ലാതെ നമ്മൾ അതിലെന്താവാൻ പാടില്ല, എന്തൊപ്പം ഇങ്ങനെ കാണിക്കുന്നു, എന്നെ എന്താ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നു എന്ന ചിന്ത പാടില്ല. ഇതെനിക്ക് ഞാൻ ചെയ്ത അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത എന്തോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണം, ഒരു ശിക്ഷ എനിക്ക് ഇപ്പം തന്നെ നൽകുകയാണ്. ഇത് ഞാനിപ്പോൾ കുറച്ച് ഇടങ്ങേറായാൽ ക്ഷമിച്ചാൽ നാളെ പരലോകത്ത് എനിക്ക് അതിൻ്റെ പേരിലൊരു
ശിക്ഷ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ കുടുംബത്തിലോ ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ ഈ പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിക്കണം. നിങ്ങൾ എന്തിനാ ബേജാറാവണേ? അള്ളാഹുവിൻ്റെ ഒരു ചെറിയൊരു പരീക്ഷണമില്ലേ, ഇതിനേക്കാളും വലിയ വിഷമങ്ങളുള്ള ആളുകളില്ലേ? ക്ഷമിക്കുകയും നാളെ പരലോകത്ത് നിങ്ങൾക്ക് വലിയ നന്മകൾ അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ് എന്നുള്ള ഈ ഹദീസ് നമ്മളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഈ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. എല്ലാം പ്രധാനപ്പെട്ട കേട്ടോ, എല്ലാം ക്ഷമയുമായി ബന്ധപ്പെട്ടാണ്. ഇതൊരു ചരിത്രമാണ്. ഇത് നമുക്കൊരുപാട് ഒരു കുടുംബജീവിതം നയിക്കുന്ന ആളുകൾക്ക് വലിയ നേട്ടമുണ്ട്, വലിയ പാഠമുണ്ട് ഇനി പറയാൻ പോകുന്ന ഹദീസിൽ. അപ്പോൾ ഇത് നമ്മുടെ ഭാര്യമാർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. അഫ്സലിനി ഭാര്യ ആവുമ്പോൾ പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. 44. അഫ്സൽ കല്യാണമായോ? കുറച്ചോ? വഅൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന ബിനുൻ ലി അബീ ത്വൽഹത റളിയല്ലാഹു അൻഹു, ഒരു മകൻ, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു മകൻ, യസ്തകി രോഗി ആയിരുന്നു. അബൂ ത്വൽഹയുടെ ഒരു മകൻ രോഗിയായിരുന്നു. ഫഖറജ അബൂ ത്വൽഹത, അബൂ ത്വൽഹ റളിയല്ലാഹു അൻ പുറത്തുപോയി. രോഗമായിട്ട് മോനെ ചെറിയൊരു അസുഖമുണ്ട്. അപ്പോൾ മോനെ വീട്ടിൽ ഭാര്യ നോക്കുന്നുണ്ട്, ശരിയാണ്, അദ്ദേഹവും പരിചരിക്കുന്നുണ്ട്. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം പുറത്തുപോയി. ഫഖുബില സ്വബിയു, അങ്ങനെ കുട്ടി റൂഹ് പിടിക്കപ്പെട്ടു. അതായത് കുട്ടി മരിച്ചുപോയി. അദ്ദേഹം പുറത്താണ്, വീട്ടിൻ്റെ പുറത്താണ്. ഫലമ്മ റജഅ അബൂ ത്വൽഹത, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു മടങ്ങി വന്നപ്പോൾ, അതും ഷർത്താട്ടോ, മടങ്ങി വന്നപ്പോൾ, ലമ്മ ഇതാന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ, ഖാല അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ ഫഅല ബിനി, മോൻ എങ്ങനെയുണ്ട്, മോൻ്റെ വർത്താനം എന്താണ്? ഇതൊരു പ്രയോഗമാണ്. മാ ഫഅല ബിനി, എൻ്റെ കുട്ടിക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അതേപോലെ കുട്ടി എന്താ കാട്ടുന്നത് ചോദിച്ചു. ഖാലത്ത് ഉമ്മു സുലൈം, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറഞ്ഞു, വഹിയ ഉമ്മു സ്വബി, അവരായിരുന്നു കുട്ടിൻ്റെ ഉമ്മ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ്, കുട്ടിൻ്റെ ഉമ്മയാണ്. പറഞ്ഞു, ഹുവ അസ്കനു, അവൻ ശാന്തനാണ്, മാ കാന, മുമ്പുണ്ടായിരുന്നതിനേക്കാളും ആശ്വാസമുണ്ട്, ശാന്തനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, നമ്മളങ്ങനെ രണ്ട് മീനിങ്ങുള്ളൊരു പദമാണത്. ശാന്തനാണെന്ന് പറഞ്ഞാൽ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു എന്ത് വിചാരിക്കും? കുറച്ച് കുറവുണ്ട്, ഉഷാറാണ്, ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ പറയണത്, ഇവരുദ്ദേശിക്കുന്നത് എന്താ? മരിച്ചു പോയിട്ടുണ്ട് എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ മകനെ ശാന്തനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെ ഉദ്ദേശം അത്ര തന്നെ ഉള്ളൂ, ശാന്തനാണ് എന്നുള്ളത് അറിഞ്ഞാൽ മതി. ഭർത്താവിനെ വന്നുകൂടുമ്പോൾ തന്നെ വീട്ടിലത്തെ പ്രയാസങ്ങളും മോൻ്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടാക്കണ്ടെന്ന ഉദ്ദേശത്തിലാണ് പറയുന്നത്. അസ്കനുമാക്കാൻ, അങ്ങനെ ഫഖറബത്ത്, അവർ വിളമ്പിക്കൊടുത്തു, ഇലൈഹി, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്, അൽ അശാ, രാത്രി ഭക്ഷണം വിളമ്പിക്കൊടുത്തു. ഫതഅശാ, അവർ രാത്രി ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു രാത്രി ഭക്ഷണം കഴിച്ചു. കറബ മറ്റേ ഫീലിട്ട, കറബ ഫഅല, തഅശ തഫഅല, തഅശ എന്ന് പറഞ്ഞാൽ തഫഅല എന്നുള്ള ബാബാണ് തഅശ. സുമ്മ, പിന്നെ ശേഷം ഭക്ഷണമൊക്കെ കഴിഞ്ഞു, അസാബ, അദ്ദേഹം ബന്ധപ്പെട്ടു, മിൻഹ, അവളുമായി, അതായത് ലൈംഗിക ബന്ധപ്പെട്ടു. ഫലമ്മ ഫറഗ, അങ്ങനെ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു വിരമിച്ച് മനസ്സൊക്കെ റാഹത്തായപ്പോൾ, ഭക്ഷണമൊക്കെ കഴിച്ചു, ലൈംഗികമായ താല്പര്യങ്ങളൊക്കെ നിർവഹിച്ച് വളരെ റാഹത്തായപ്പോൾ, മനസ്സൊരു ഒഴിഞ്ഞ അവസ്ഥയിലായപ്പോൾ, കാലത്ത് അവർ പറഞ്ഞു, ഭാര്യ പറഞ്ഞു,
വാറുസ്വബിയ, കുട്ടിയെ നമുക്ക് മറവ് ചെയ്യാം. ചുരുക്കി പറയാട്ടോ, എൻ്റെ അടുത്ത് കുറേ സംസാരങ്ങളൊക്കെ തൊട്ട ശേഷമുള്ള റിവായത്തിൽ കുറച്ചും കൂടി വിശദീകരണമുണ്ട്. ഇതിപ്പോൾ സംഭവത്തിൻ്റെ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. മൊത്തത്തിൽ ഉള്ള സംഭവം എന്താ നടന്നു കാരണം നമുക്ക് കുട്ടിയെ മറവ് ചെയ്യാം. വാറു വാറായുവാരി, അതിൻ്റെ സോറി അമ്രുഫീലാണ്. വാറായുവാരി, വാരിൻ എന്നാണ്. വാരിൻ, വാരിയാനി, വാറൂന. അപ്പം അവിടെ വാറു വാറുസ്വബിയ, കുട്ടിയെ നമുക്ക് മറവ് ചെയ്യാം. വരൂ, നമുക്കെല്ലാവർക്കും കുട്ടിയെ മറവ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം ആകെ പ്രശ്നമായില്ലേ. അബൂ ത്വൽഹ റളിയല്ലാഹു ദേഷ്യായി. ഫലമ്മ അസ്ബഹ, അങ്ങനെ നേരം വെളുത്തപ്പോൾ, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു നേരം വെളുത്തപ്പോൾ, അത്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അഖ്ബറഹു, നബി തങ്ങളോട് വിവരം പറഞ്ഞു, വിഷയം പറഞ്ഞു. എനിക്ക് ഇന്നലെ ഇന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ള ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ക്ലിയർ അല്ലേ? സുഹൈൽ സാറേ ഓക്കെ അല്ലേ? ആ ഓക്കെ ഓക്കെ. റാഫിക്ക ക്ലിയർ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? രാത്രി ഭക്ഷണം കഴിച്ചു. രാത്രി ഭക്ഷണം കഴിച്ചു. അങ്ങനെ നമുക്ക് കുട്ടിയെ മറവ് ചെയ്യാം. രാവിലെ നേരം വെളുത്തു. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അടുത്തേക്ക് പോയി വിവരം പറഞ്ഞു. ഫഖാല, അപ്പം നബി തങ്ങൾ ചോദിച്ചു, അറസ്തും, നിങ്ങൾ വീട് കൂടിയോ അല്ലയിലെത്ത, ഇന്നലെ രാത്രി. ഇന്നലെ രാത്രി നിങ്ങൾ എന്ത് ചെയ്തോ? വീട് കൂടിയോ, അതായത് ബന്ധപ്പെട്ടോ എന്നുള്ള അർത്ഥം. പുതുക്കമെടുത്തോ എന്ന് ചോദിക്കൂല, പുതുക്കമെടുത്തോ, അതാണ്. കാല നാം, അതെ നബിയെ. കാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ, അല്ലാഹുവേ, ബാരിക് ലഹുമ, ഇവർക്ക് രണ്ടുപേർക്കും നീ ബറക്കത്ത് ചെയ്യേ. ഇവർക്ക് രണ്ടുപേർക്കും ഈ ബറക്കത്ത് ചെയ്യുന്നു, ദുആ ചെയ്തു കൊടുത്തു അല്ലാഹു. അപ്പോൾ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ ചെയ്ത നടപടിയെ, ആ ക്ഷമയെ, വലിയൊരു ക്ഷമയല്ലേ നടത്തിയത്. ആ ക്ഷമയെ നബി തങ്ങൾ പ്രശംസിച്ചു. നബി തങ്ങൾ ആ കുട്ടിയിൽ ബർക്കത്ത് ചെയ്യട്ടെ, നിങ്ങളുടെ രാത്രി ഉള്ള ബന്ധത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു കൊടുത്തു. അങ്ങനെ വലദത്തു ഗുലാമൻ, ഒരാൺകുട്ടിയെ അവർ പ്രസവിച്ചു. കുറച്ച് കഴിഞ്ഞു ഗർഭം ആയി, പിന്നെ അങ്ങനെ കുട്ടിയെ പ്രസവിച്ചു. ഫഖാല ലി അബൂ ത്വൽഹ, അപ്പോൾ അനസ് റളിയല്ലാഹു പറയാണ്, എന്നോട് അബൂ ത്വൽഹ റളിയല്ലാഹു പറഞ്ഞു, ഇഹ്മിൽഹു, ഈ കുട്ടിയെ നീ കൊണ്ടുപോ, ഹത്താ തഅ്തിയ ബിഹിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് നീ കുട്ടിയെ കൊണ്ടുചെല്ല്. ഇഹ്മിൽഹു, അമ്രാട്ടോ, ഇഹ്മിൽ, നീ ചുമന്നു കൊണ്ടുപോ, ഹു, കുട്ടിയെ, ഹത്താ തഅ്തിയ, നീ എത്തുന്നത് വരെ, ബിഹി, അന്നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. വബഅസ, അയച്ചു കൊടുക്കുകയും ചെയ്തു, മഅഹു, അനസ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം കൂടെ, ബി തമറാത്ത്, കുറച്ച് കാരക്കയും കൊടുത്തയച്ചു. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു കുട്ടിനെ കൊണ്ടുപോയി കുറച്ച് കാരക്കും കയ്യിൽ വെച്ചോ, നബി തങ്ങളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് കുട്ടിനെ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ കുട്ടിയെ കൊണ്ടുപോയി നബി തങ്ങളുടെ അടുത്തെത്തി. അപ്പോൾ ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആ മഅഹു ഷൈഉൻ, എന്തെങ്കിലും ഉണ്ടോ എൻ്റെ അടുത്ത്, കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു. ഖാല, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, അതെ, തമറാത്തുൻ, കുറച്ച് കാരക്കയുണ്ട് നബിയെ. അങ്ങനെ ഫഅഖദഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാരക്ക എടുത്തു. അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫമളഗഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ ചവച്ചു. കാരക്ക നബി തങ്ങൾ വായിലിട്ട് ചവച്ചു. സുമ്മ അഖദഹ, പിന്നെ നബി തങ്ങൾ ആ കാരക്കയെ എടുത്തു. മിൻ ഫീഹി, വായിൽ നിന്നെടുത്തു. ഫീഹി എന്ന് പറഞ്ഞാൽ വായിൽ നിന്നിട്ടോ, മിൻ ഫീഹി, വായയിൽ നിന്നെടുത്തു. ഫജഅലഹ, എന്നിട്ട് ആ വായിൽ നിന്നെടുത്ത ആ ചവച്ച കാരക്കയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ചു കൊടുത്തു. ഫീ ഫിസ്വബി, കുട്ടിയുടെ വായിൽ വെച്ചു കൊടുത്തു. ഈ രണ്ടാമത്തെ ഫീ പറഞ്ഞ വായ എന്നുള്ള അർത്ഥത്തിന് കേട്ടോ. ഫീ ഫിസ്വബി, കുട്ടിയുടെ വായിൽ വെച്ചു കൊടുത്തു.
തുമ്മ ഹന്നക്ക, പിന്നെ നബിതങ്ങൾ ആ കുട്ടിക്ക് മധുരം നൽകി. വസമ്മാഹു, ആ കുട്ടിക്ക് പേര് വിളിച്ചു. എന്താ പേര് വിളിച്ചത്? അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹ് എന്ന് പേര് വിളിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരം ആ ക്ഷമ കൈക്കൊണ്ട ആ ഉമ്മയുടെ കുടുംബത്തിൽ എത്രത്തോളം നബിതങ്ങൾ പരിഗണിച്ചു എന്ന് നോക്ക് നിങ്ങൾ. നബിതങ്ങൾ മധുരം കൊടുത്തു, നബിതങ്ങൾ പേര് വിളിച്ചു, നബിതങ്ങൾ ആശീർവാദം നൽകി, ദുആ ചെയ്തു കൊടുത്തു. അപ്പോൾ നമുക്ക് പല പ്രശ്നങ്ങളും വിഷമങ്ങളും കുടുംബജീവിതത്തിലുണ്ടാവും. ആ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ നല്ലപോലെ ക്ഷമ കൈക്കൊള്ളണമെന്ന് ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുക. ക്ലിയർ അല്ലേ? ഇതിൽ ഖറബ മാലിയാഫിയിലാണ്, താഷ അതും മാലിയാണ്, അസാബ അതും ഒക്കെ മാലിയാണ്. കഴിഞ്ഞു പോയതാണല്ലോ, ചരിത്രം പറയാണല്ലോ. ഫറഹ മാലിയാണ്. പക്ഷെ ഒക്കെ ഒരു വ്യത്യാസമുണ്ട്. ഒന്നും സുലാസി മുജറദാണ്, മറ്റേ ഇതും സുലാസി മസീദ് ഫിഹിയാണ്. അത്ത മാലിയാണ്, അഖ്ബറ മസീദ് ഫിഹി മാലിയാണ്. അറസ്തും, അറസ്തും അത് എന്നുള്ളത് മറ്റേതാട്ടോ, ഇസ്തിഫാമിൻ്റെ ചോദിക്കാനുള്ളതാണ്. അറസ്തും, മറ്റേ അറസ്തും എന്നുണ്ടാവുക. ഓണാക്കിയ ഇനി ഇത് വേണം. പിന്നെ യെസ് യെസ്, അതിൻ്റെ മീനിങ്ങിൽ അതെ അതെ, ആണോ എന്നുള്ളത് തന്നെ. അതെ, അല്ല അതിന് ചെയ്തോന്ന് ഫീലാണെങ്കിൽ ചെയ്തോന്ന് അർത്ഥം വരും. ഹൽ കത്തബ സെയ്തുൻ, സെയ്ദ് എഴുതിയോ. ഹൽ അൻത സെയ്തുൻ, നീ ചെയ്താണോ. അവിടെ അങ്ങനെ വരിക, ഹൽ അൻത സെയ്തുൻ, രണ്ടും വരും. ശേഷം ഇസ്മും വരും, ശേഷം ഫീലും വരും ഹല്ലിൻ്റെ. അതേപോലെ തന്നെ ആ എന്നുള്ളതിൻ്റെ ശേഷം ഇസ്മും വരും, ശേഷം ഫീലും വരും. ഇവിടെ ആ അറസ്തും, നിങ്ങൾ വീട് കൂടിയോ എന്നാണ് ചോദ്യം. അല്ലയിലത്ത നഅം അല്ലാഹുമ്മ ബാരിക്, അമ്ര ഫീലാണ്. ബാരിക്, ബാറക യുബാരിക്കു, അതിൻ്റെ അമ്ര ബാരിക്. ഫവലദത്ത് മാലിയ ഫീൽ. ഫഖാല ലി അബൂ ത്വൽഹ യഹ്മിൽഹു അമ്ര ഹത്താ തഅതിയ ബിഹി, തഅതിയ മുലാരിയ ഫീൽ, ഹത്താ യഅതി തഅതിയ ബിഹി അന്നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വബഅസ മാലി, ബഅസ അമഅഹു ഷൈഉൻ ഖാൽ നഅം തംറാത്തുൻ ഫഅഖദ മാലിയ ഫീൽ, മളഗ മാലിയ ഫീൽ, അഖദ മാലിയ ഫീൽ, ജഅല മാലിയ ഫീൽ, ഹന്നക മാലിയ ഫീൽ, തഹ്നീക്, ഹന്നക മധുരം കൊടുക്കുക, ഇത് ഫഅല. സമ്മ മാലിയ ഫീൽ, സമ്മ, സമ്മ അബ്ദുല്ലാഹ്. എത്ര മാലിയ ഫീലാ. നമ്മൾ ഇതിൽ കാണുന്ന മാലിയ ഫീലുകളെയും മറ്റൊക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, ഏതൊക്കെ മാലിയ ഫീല്. പിന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ, അതാണ് നമുക്ക് മെയിനായിട്ട് മനസ്സിലാക്കുന്നത്. നമുക്ക് തിരിച്ചറിയുന്നുണ്ടോ, മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതിക്ക് ഒരു ഫീല് കണ്ട ഫീൽ ഏതാണ്, സുലാസിയാണോ, റുബായി ആണോ, മുജറദാണോ, മസീദ് ഫിഹി ആണോ എന്ന് നമുക്ക് തിരിച്ചറിയണം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ്. ഈ ആശയത്തിലൂടെ നമ്മൾ കുറച്ച് നെഹവും സർഫും ഒക്കെ പാടപ്പോൾ പറഞ്ഞു, നെഹവിൻ്റെ നിയമവും പറഞ്ഞു അല്ലേ. ക്ലിയർ അല്ലേ? ഇനി വഫി റിവായത്തിൻ ലിൽ ബുഖാരി, ബുഖാരി ഇമാമിൻ്റെ റിപ്പോർട്ടിൽ ഇങ്ങനെയുള്ള സംഭവത്തിൽ ബുഖാരി ഇമാമിൻ്റെ റിപ്പോർട്ടിലുണ്ട്. ഖാല ഇബ്നു ഉയൈന, ഇബ്നു ഉയൈന എന്നവർ പറയാണ്. എന്താ പറയുന്നത് നിങ്ങൾ? ഫഖാല റജുലുൻ മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, അൻസാരികളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ഫറഅയ്തു, ഞാൻ കണ്ടു, തിസ്അത ഔലാദിൻ, 9 കുട്ടികളെ കണ്ടു, 9 മക്കളെ. കുല്ലുഹും, അവരെല്ലാവരും ഖദ് ഖറഉൽ ഖുർആൻ, അവർ ഖുർആൻ പണ്ഡിതന്മാരാണ്. ഖുർആൻ ഓതുന്നവരാണ് പറഞ്ഞാൽ ഖുർആൻ പണ്ഡിതന്മാരായ ആളുകളാണ് അവർ 9 പേരും. ആ 9 പേരെയും ഞാൻ കണ്ടു, 9 കുട്ടികളെ. യാനി, അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മിൻ ഔലാദി അബ്ദുല്ലാഹിൽ മൗലൂദ്, ഇപ്പോൾ പ്രസവിക്കപ്പെട്ട ഇവർ ഞങ്ങൾ പേര് വെച്ച അബ്ദുള്ള ഉണ്ടല്ലോ, ആ അബ്ദുല്ലാൻ്റെ കുട്ടികൾ. അപ്പോൾ നോക്കി നിങ്ങൾ റസൂലുള്ളാഹിൻ്റെ ദുആൻ്റെ ബറക്കത്ത് നോക്കി. അപ്പോൾ ആ അബ്ദുല്ലാഹ് എന്ന് പറയുന്ന നിബിതങ്ങളിപ്പോൾ മധുരം കൊടുത്ത, പേര് വെച്ച, ദുആ ചെയ്തു കൊടുത്ത അദ്ദേഹത്തിന് 9 ആൺകുട്ടികളും ഉസ്താദന്മാരായി എന്നർത്ഥം. വലിയൊരു പവറാണ്, ഖുർആൻ പണ്ഡിതന്മാരായി മാറി.
അതിനെ ഞാൻ കണ്ടു എന്നാണ് ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? കുറച്ചും കൂടി പറയണോ അതോ ഇതിന്റെ ബാക്കിയാണത്? സമയമുണ്ടോ? ഇതിന്റെ ഒരു വിശദീകരണമുള്ള ഹദീസാട്ടോ അത്. നമുക്ക് നാളെ പറയാം. അപ്പം ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പറഞ്ഞത് ഫാറൂഖ് ഭായ് റെഡി അല്ലേ? കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ, 2 ഹദീസേ പറഞ്ഞിട്ടുള്ളൂ. 43 44 പറഞ്ഞിട്ടുള്ളൂ. 43 പറഞ്ഞത് അള്ളാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവന് ദുനിയാവിൽ വെച്ച് തന്നെ അവൻ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ അള്ളാഹു നൽകും. കാരണം പരലോകത്തേക്ക് അള്ളാഹു നീട്ടിവെക്കുക. എന്നാൽ അള്ളാഹു ഒരാൾക്ക് തിന്മയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവന് ദുനിയാവിൽ ചിലപ്പോൾ സ്വർഗം രാജാവിനെ പോലെ അവൻ വളരും, പക്ഷെ പരലോകത്ത് അവന് ശിക്ഷ അതിഭീകരമായിട്ടുണ്ടാകും. പിന്നെ അതിൽ തന്നെ പറഞ്ഞു, വലിയ പ്രതിഫലം കിട്ടണമെങ്കിൽ വലിയ പരീക്ഷണം തരണം ചെയ്യണം. അള്ളാഹു ഒരു വിഭാഗത്തെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു ഒരു വിഭാഗത്തെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവനെ അള്ളാഹു പരീക്ഷിക്കും. ആ പരീക്ഷണത്തിൽ പൊരുത്തപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടും. അവൻ ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദേഷ്യവും കിട്ടും. പിന്നെ അബൂ ത്വൽഹ റളിയല്ലാഹുവിൻ്റെ ഒരു ചരിത്രമാണ്. അബൂ ത്വൽഹ റളിയല്ലാഹുവിനൊരു ആൺകുട്ടി ഉണ്ടായിരുന്നു. ആ ആൺകുട്ടി ബാധിതനായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരിക്കൽ പുറത്തുപോയി. ആ പുറത്തുപോയ സമയത്ത് കുട്ടി മരണപ്പെട്ടു. ആ കുട്ടിയുടെ ഉമ്മ വളരെ ബുദ്ധിപൂർവ്വം ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് അബൂ ത്വൽഹ റളിയല്ലാഹു വരുന്ന സമയത്ത് വേദനിപ്പിക്കാതെ വിഷമിപ്പിക്കാതെ ക്ഷമിച്ച് അബൂ ത്വൽഹ റളിയല്ലാഹു വന്നപ്പോൾ കുട്ടി എവിടെ ചോദിച്ചു. കുട്ടി കുഴപ്പമൊന്നുമില്ല, കുട്ടി ശാന്തനാണെന്ന് പറഞ്ഞു. അങ്ങനെ അബൂ ത്വൽഹ റളിയല്ലാഹുവിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, ഭക്ഷണം കൊടുത്തു, അതുപോലെ ശാരീരികമായി ബന്ധപ്പെട്ടു. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ അബൂ ത്വൽഹ റളിയല്ലാഹു മാനസികമായും ശാരീരികമായും ഒക്കെ നല്ല ഒരു അവസ്ഥയിലായപ്പോൾ പറഞ്ഞു, നമ്മുടെ കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്, നമുക്ക് കുട്ടിയെ മറവ് ചെയ്യല്ലേ. അബൂ ത്വൽഹ റളിയല്ലാഹു ദേഷ്യം വന്നു. പിറ്റേ ദിവസം രാവിലെ നബി തങ്ങളുടെ അടുത്തേക്ക് പോയി വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നബി തങ്ങൾ എന്ത് ചെയ്തു? ആ ഉമ്മാനെ പ്രശംസിച്ചു. നിങ്ങൾ ഇന്നലെ രാത്രി ബന്ധപ്പെട്ടിട്ടുണ്ടോ? യെസ്. എന്നാൽ അല്ലാഹുവേ, ഇവർക്ക് നീ ബറക്കത്ത് ചെയ്യേ. അങ്ങനെയുള്ളൊരു കുട്ടി ജനിച്ചു. ആ കുട്ടിക്ക് നബി തങ്ങൾ മധുരം കൊടുത്തു, പേര് വെച്ചു. ആ കുട്ടിയുടെ 9 കുട്ടികളും ഖുർആൻ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരായി അറിയപ്പെട്ടു. ഖറഉൽ ഖുർആൻ അല്ല, അത് ഇവിടെ ഖുർആൻ ഓതുന്നവർ എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഇതാണ് കാരിയങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഖുർആൻ ഓതുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ പഠിച്ചില്ലേ, ഏതിൽ അതുക്കിയയിൽ പഠിച്ചല്ലോ, അവർക്ക് ഉള്ള മെച്ചപ്പെട്ട, അതായത് ശരിക്കും ഒരു ആലിമിനുണ്ടാകുന്ന എല്ലാ വിശേഷണങ്ങളും അവർക്കുണ്ടാവും. ഖുർആൻ ഓതുന്ന ശരിക്കും ഓതുന്ന, അതായത് നമ്മളെപ്പോലെ ഓതുന്ന ആളുകളല്ലേ പറഞ്ഞിട്ടോ, അതിൻ്റെ അദബുകളും ചിട്ടകളൊക്കെ പാലിച്ചുകൊണ്ട് ജീവിതത്തിലും അതനുസരിച്ച് ചെയ്യുന്ന ആളുകളായ 9 പേരെ ഞാൻ കണ്ടു. ഇത് ഖുർആൻ ഓത്തുകാരായ പണ്ഡിതന്മാരായ 9. അത് ആ ദുആഇൻ്റെ ബറക്കത്ത്, നബിതങ്ങളുടെ ദുആഇൻ്റെ ബറക്കത്താണ് ഖുർആൻ തിരിയുന്ന ഖുർആൻ പണ്ഡിതന്മാരായി അവർ മാറി. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി നമുക്ക് നാളെ പറയാം ഇൻഷാ അല്ലാഹ്. ഓക്കെ.